ഗ്യാരണ്ടിയിൽ സെറ്റായിട്ട് എങ്ങനെ വേണമെങ്കിൽ ഓടുക, കേട് വരുത്തണം എന്നാണ് ആള് പറയണത്. അപ്പൊ ചേട്ടായി വരെ നമ്മളിന്ന് ഒരവിടേക്ക് പോവുകയാണ്. വെല്ലക്കുട്ടിയും കൂടിയിട്ട് വന്നിരിക്കുകയാണ് ഞങ്ങൾക്ക് തുണയായിട്ട്. ഇല്ലടി വെല്ലക്കുട്ടി. അപ്പോൾ എവിടേക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ പോയിട്ട് സസ്പെൻസ് ആയിട്ട് കാണാം. ഒരു സാധനം മേടിക്കാൻ പോവാണ്, ഒരു കിട്ടില്ല സാധനം. ഇവൻ്റെ കുറേ ആയിട്ടുള്ളൊരു ആഗ്രഹമാണ്. അപ്പോൾ ഇവൻ വേണം പറഞ്ഞിട്ട് അപ്പോൾ ഇന്നിപ്പോൾ അങ്ങനെ പോവുകയാണ്. പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. അതാ നല്ലതാണ് മുത്തേ. അല്ലേ, അവിടെ പോയി സാധനം നമ്മൾ മേടിക്കാൻ പോകുന്ന സാധനമൊക്കെ കണ്ടിട്ട് അവിടുത്തെ അഭിപ്രായങ്ങൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അവിടെ പോയി പറഞ്ഞാൽ പോരെ അല്ലേ? എന്നാൽ പിന്നെ പോവാം. വെല്ല വേണ്ട, വെല്ല വരുന്നില്ല, വരുന്നുണ്ടോ? വെല്ല വരുന്നുണ്ടോ? അപ്പൊ ഒരാള് കേറി പോവല്ലേ? അപ്പൊ ഒരാള് കേറി രണ്ടാമത്തെ ആള് ഇതാ ആ പെട്ടി വണ്ടി കൊണ്ട് തന്നെ പോകാൻ വേണ്ടിയാണ് ഞാൻ മേടിക്കാനായിട്ടാ പോണേ. ഓക്കെ, ഡാൻസ് ബൈ. അപ്പോൾ വന്ന് നമ്മുടെ കടയിൽ തിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. നമുക്കൊരു ചെറിയ കുഞ്ഞ് സൈക്കിൾ എടുക്കാൻ വന്നതാണ്. അപ്പോൾ അവൻ്റെ ഒരു ആഗ്രഹം കുറേ ആയി പറയാൻ തുടങ്ങിയിട്ടേ. അപ്പോൾ അവർ സെയിൽ ചെയ്യുന്ന ആ ഒരു സംഭവം നോക്കുമ്പോൾ ഒന്നും രണ്ടുമല്ല നിരവധി സൈക്കിളുകളുണ്ട്. പുതിയതും പഴയതുമായ എല്ലാ സൈക്കിളുകളും ഉണ്ട് കേട്ടോ അവിടെ. ഞങ്ങളിങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ അവർ സ്വന്തമായിട്ട് നിർമ്മിച്ച് കൊടുക്കുന്ന സെക്കൻഡ് ഹാൻഡ് സൈക്കിളുകളുണ്ട്. അത് അടിപൊളി സംഭവം തന്നെയാണ്. പിന്നെ പുതിയതുകൾ ഇഷ്ടം പോലെ അടുക്കി വെച്ചിട്ടുണ്ട്, ചെറുത് മുതൽ വലുത് വരെ. നമ്മുടെ ചേട്ടായിൻ്റെ സെലക്ടിങ് എന്തായാലും ഒന്ന് എടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നമ്മൾ സൈക്കിൾ എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ വണ്ടിൻ്റെ ഓണർ തന്നെ, സാമി ചേട്ടനാണ്. ഞാനും സാമിയാണ് അല്ല. അപ്പോൾ ആളാണ് ഇതിൻ്റെ ആള്. അപ്പോൾ സൈക്കിളിൻ്റെ റേറ്റ് കാര്യങ്ങൾ നമ്മൾ നോക്കി മേടിക്കാൻ പോകണം. സൈക്കിളുകളൊക്കെ നിറയെ ഉണ്ട് കേട്ടോ അവിടെ അല്ലേ? നമ്മൾ അങ്ങനെ നമ്മൾ കൊടുക്കുന്നത് 4000 രൂപയ്ക്കുണ്ട് വണ്ടി സ്റ്റാർട്ടിങ്. 4000 രൂപ കൊണ്ട് പുതിയ സൈക്കിൾ 4000 രൂപയ്ക്കുണ്ട്. ഇനി കുറച്ച് നല്ല ക്വാളിറ്റി വേണം പറഞ്ഞു കഴിഞ്ഞാൽ ടാറ്റയുടെ വണ്ടിയുണ്ട്. 5700, 5500 ഇനി ഹീറോൻ്റെ ഉണ്ട് 6 രൂപ, ഹെർക്കുലസിൻ്റെ ഉണ്ട്. എല്ലാ ബ്രാൻഡഡ് വണ്ടിയും ഇവിടെ ഉണ്ട്. വണ്ടികൾ 2-3-4 കമ്പനികളുണ്ട്. 4 രൂപയ്ക്ക് ഹെവി വണ്ടിയെ തരാം. 4 രൂപയ്ക്ക് ഹെവിയെ തരാന്ന്. അപ്പൊ കമ്മിയുള്ളത് ഉണ്ട് എന്ന് അർത്ഥം. അപ്പൊ കമ്മിയുള്ള റേഞ്ചിൽ വേണമെന്നുണ്ടെങ്കിൽ കമ്മിയുള്ള റേഞ്ചിലുണ്ട്. അതുപോലത്തെ കമ്പനികളുടെ വണ്ടികളുടെയാണ്, റോക്ക് സ്റ്റാറിന്റെ ഒക്കെ. ഓക്കെ, 3500 4 രൂപയ്ക്കുണ്ട്. ഇനി 2500 ഹെവി ആയിട്ട് ഞങ്ങളുടെ കംപ്ലീറ്റ് സാധനങ്ങൾ മാറ്റി പെയിന്റ് അടിച്ച് സ്റ്റിക്കർ ഓക്കെ 2500. 2500 ട്യൂബ്ലെസ് ടയർ 2500. ഇത് ധാരാളം മതി പഠിക്കാൻ. പഠിക്കാനല്ല, ഓട്ടിക്കാൻ. ഗ്യാരണ്ടിയോടെയാണ് കൊടുക്കുന്നത്. ഇത് അരവണ്ടി അല്ലേ? ഇതാണ് അരവണ്ടി സൈക്കിള്. അപ്പൊ ഇത് 2100 ബെല്ല് വെക്കണേ 100 രൂപ സെപ്പറേറ്റ് വെച്ചു 3 രൂപ വിലയാണ്. 300 രൂപ ആയിരിക്കും. കാരണം ആ വണ്ടി എനിക്ക് ഒരുത്തം ഫ്രീ ആയി തന്നാണ്. ഇവിടെ ഫ്രീ ആയും കിട്ടണ്ട. എത്ര ആൾക്കാർ ഓട്ടം സാമ്പത്തികം ഏട്ടാ. നമുക്ക് വേണ്ട പറയുന്ന സാധനം മറ്റുള്ളവർക്ക് വില പെട്ടതാണ്. റാലി തൂക്കി എറിയാൻ പറയാം. എന്തെങ്കിലും എണ്ണയും ഓയിലോ കൊടുക്കണ്ട. ഇതില് ഗിയർ ചെയിൻ പോലെയുള്ള ചെയിനാണ്. ആണെങ്കിൽ പഴയ അച്ഛന്മാരുണ്ട് തിരുനെൽവേലിയിൽ നിന്ന് ഒരാള്, വയസ്സായ ആളാണ് പണിയെടുക്കുന്നത്. ഏറ്റവും ക്ലീനായി വെച്ചു. അപ്പോൾ ചേട്ടായി വരെ നമ്മുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 2-3 ദിവസം മുന്നേ ഞാൻ ഫേസ്ബുക്കിലൂടെ കണ്ടിട്ടാണ് പുള്ളിക്കാരനെ പരിചയപ്പെടുന്നത്. അപ്പോൾ ഞാൻ സൈക്കിളും കാര്യങ്ങളും ഒഴിവ് നോക്കിയിട്ട് ഞാനും നമ്മുടെ ചെറുതും കൂടി വന്നു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ സൈക്കിളും സെറ്റപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് ബോധ്യപ്പെട്ടു. നിറയെ സൈക്കിളുകളുണ്ട്, നല്ല ഫ്രഷ് സൈക്കിളുണ്ട്, സെക്കൻഡ് ഹാൻഡ് ഉണ്ട്. ഇനി ഏത് തരത്തിൽ വേണമെങ്കിലും പുള്ളിക്കാരൻ ചെയ്തു തരാമെന്നുള്ളതാണ് ആളുടെ സംസാരത്തിൽ എനിക്ക് മനസ്സിലായത്. എങ്ങനെ വേണമെങ്കിലും ചെയ്തു തരും. അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലായിരിക്കുന്നത്. നമ്മുടെ പെരുവമ്പ് സ്കൂളിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കട. നല്ല 2-3-4 ഷട്ടർ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. നിറയെ സൈക്കിളൊക്കെ അടുക്കി വെച്ചിരിക്കുന്ന സൈക്കിളൊക്കെ ആണ് കാണുന്നത്. ഇപ്പോൾ 2-3 പേര് സൈക്കിൾ മേടിച്ചിട്ട് പോവുകയും ചെയ്തു ചേച്ചിമാരൊക്കെ. പിള്ളേർക്ക് പറ്റിയ സെറ്റാണ്. റേറ്റും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലാത്ത നല്ല രീതിയിലുള്ള റേറ്റ് തന്നെയാണ്. ആൾ
ഹോൾസെയിൽ പ്രൈസ് പോലെയുള്ള തീർച്ചയായിട്ടും ആ രീതിയാണ് എനിക്ക് തോന്നുന്നത്. ആ രീതിക്കാണ് ആൾ കൊടുക്കുന്നത്. ചെറിയ ലാഭവും വലിയ കച്ചവടം എന്നുള്ള ലെവലിൽ ആൾ കൊടുക്കണം. ആൾക്ക് സാമിയൊക്കെയാണ് മലയ്ക്ക് പോകാനുള്ള ശബരിമലയ്ക്ക് പോകാനുള്ള സെറ്റപ്പിലൊക്കെ നിൽക്കുന്നതാണ്. അപ്പോൾ ഞാനും ഇപ്പോൾ ശരിയെന്ന് പറഞ്ഞതാ അവൻ ഇഷ്ടപ്പെട്ട ഒരു സൈക്കിൾ ഇതാ. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഞാനും പിടിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ എന്തായാലും ആൾ ഗ്യാരണ്ടിയിൽ സെറ്റായിട്ട് എങ്ങനെ വേണമെങ്കിൽ എടുത്തെറിയാന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് മാത്രമല്ല ഇത് കൊണ്ടുവന്നു കഴിഞ്ഞ് ഇതിപ്പോൾ എന്ത് കംപ്ലൈൻറ്റ് ആയി കഴിഞ്ഞാൽ ഈ സാധനം ഇവിടെ കൊണ്ടുവന്ന ഫ്രീ ആയിട്ട് സർവീസോ കാര്യങ്ങളോ മൊത്തം പാർട്സേ ഗ്യാരണ്ടിയോടുകൂടി ചെയ്തു തരുമെന്നാണ് ആൾ പറയുന്നത്. അപ്പോൾ ആളുടെ ലെവൽ വെച്ച് നോക്കുമ്പോൾ അങ്ങനെയാണ് നമുക്ക് മനസ്സിലായത്. അപ്പോൾ ഇവൻ കുറേ ദിവസമായി സൈക്കിൾ എന്ന് പറഞ്ഞിട്ട് ശരിയെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മൾ കൈപ്പറ്റിയിരിക്കുന്നത്. അപ്പോൾ ആളുടെ ചേട്ടാ അതിൻ്റെ പേരെന്താണ്? എൻ്റെ പേര് രാജേഷ്. രാജീവ് വീട് എവിടെയാണ്? ഇവിടെ അടുത്ത് തന്നെ തത്തമംഗലം തന്നെയാണ് ആളുടെ വീട്. പെരുവമ്പിലാണ്, സ്കൂളിൻ്റെ ഫ്രണ്ടിലാണ് ആളുടെ കട. സൈക്കിൾ പിള്ളേർക്ക് വേണ്ട സൈക്കിൾ ടൗണുകളിൽ ഓരോ കടകളിൽ പോയിട്ട് മല്ലിക്കെട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. ഞാൻ കച്ചവടക്കാരനും നമ്മൾ പലവടി ഇടപാട് ചെയ്യുന്നതാണ്. അതായത് ഏത് കാര്യത്തിന് പോയി കഴിഞ്ഞാലും നമുക്ക് ഓരോന്നിനും റേറ്റ് നന്നായിട്ട് അറിയും. ഉള്ളത് പറയാമല്ലോ, നമ്മൾ അതൊക്കെ അറിഞ്ഞ് അങ്ങനെ ചെയ്യുള്ളൂ. ഒരു കച്ചവടക്കാർ ആ രീതിക്കല്ലേ ചെയ്യുള്ളൂ. അല്ല, എല്ലാവരും നന്നായിരിക്കണം, എല്ലാ കച്ചവടക്കാരും നന്നായിരിക്കണം. പക്ഷെ എന്നെ കൊണ്ടാകണത് മറ്റുള്ളവർ കൊടുക്കണതിനേക്കാൾ എന്തെങ്കിലും ചെറുതായിട്ട് നമ്മളെ തേടി വരുന്ന രീതിയിൽ ആൾ കുഴപ്പമില്ലാത്ത ലെവലിൽ വിട്ടുവീഴ്ചയും കാര്യങ്ങളും അതിനുള്ളത് എല്ലാം ഉണ്ട് കേട്ടോ. ആദ്യം ഓട്ടി പഠിക്കാനുള്ളവർക്ക് സെക്കൻഡ് ഹാൻഡ് സൈക്കിൾ 1500 രൂപ മുതൽ സൈക്കിൾ അല്ലേ? 1500 രൂപ മുതൽ ഉണ്ട് സൈക്കിൾ. ആളെന്നെ ഇവിടെ ക്ലീൻ ചെയ്ത് ഫ്രഷ് പീസുകളൊക്കെ സെറ്റ് ചെയ്ത് സെക്കൻഡ് അടിച്ച് വൃത്തിയാക്കി തരുന്നുണ്ട്. അപ്പോൾ പുതിയത് എല്ലാ സംഭവം ഉണ്ട്. അവിടെ കമ്പനി സൈക്കിളുകളൊക്കെ ഉള്ളിലുണ്ട്. ഇത് ഹെർക്കുലീസിന്റെ പിന്നെ ഹീറോ ഉണ്ട്, ഹെർക്കുലീസ് ഉണ്ട്. ഇത് എക്സംപ്ലൈസ് വണ്ടിയുണ്ട്. അങ്ങനെ വണ്ടികൾ ഇഷ്ടം പോലെ വണ്ടിയുണ്ട്. ഒരു റൂം ഫുള്ളായിട്ട് വണ്ടി നടത്തി വെച്ചിട്ടുണ്ട്. കുഞ്ഞു കുട്ടികളുടെ ചെറിയ ചെറിയ വണ്ടികളൊക്കെ തൂക്കിയിട്ടുണ്ട്. വണ്ടികളില്ല എന്ന് പറയാനില്ല. അപ്പൊ മൊത്തത്തില് കളറാണ് ആള്. അപ്പോൾ എല്ലാവരും വരിക. ഞാൻ നമ്പർ ഇതിലേക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ സെറ്റ് ചെയ്ത് തരും. ആവശ്യക്കാർ വിളിക്കുമോ? സ്വാമി ഇന്ന പോലെ വിളിച്ചു കഴിഞ്ഞാൽ നേരെ വരിക, ബൈക്കും കൊണ്ട് വരിക, ഫാമിലി കുട്ടികൾക്കുള്ള സൈക്കിൾ എടുത്തിട്ട് പോകാം എന്നേ ഞാൻ പറയുള്ളൂ. നമ്മൾ യൂട്യൂബ് ചാനലിന്റെ പേരിൽ ഇടാൻ വേണ്ടി ചെയ്യുന്നതല്ല. എനിക്ക് ആളുടെ സംസാരത്തിന് മനസ്സിലായതാണ്. എന്താ വെച്ചാൽ നമ്മളും കുറേ ഇല്ല അവിടെ ഇവിടെയൊക്കെ പോയിട്ട് ഇടപാട് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരാളിനെ കണ്ടാൽ ഒരുപാട് സമയമൊന്നും വേണ്ട, കുറച്ച് സമയം മതി മനസ്സിലാക്കാൻ എന്ന് ഞാൻ വിചാരിക്കുന്നത്. ആ രീതിക്കാണ് ഞാൻ ആളുടെ കാര്യം പറയുന്നത്. അല്ലാണ്ട് ഇത് ബിസിനസ് പരമായിട്ടോ നിങ്ങൾ വരാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളല്ല. നിങ്ങൾക്ക് തീർച്ചയായിട്ടും വരാം. സ്കൂളിൻ്റെ നേരെ ഫ്രണ്ടിലേക്ക് വരിക, സൈക്കിൾ തരുമോ ഏട്ടാ, സൈക്കിൾ എവിടെ ഏട്ടാ ചോദിച്ചു കഴിഞ്ഞാൽ ആൾ വൃത്തിയായി തരും. ആളുടെ സംസാരത്തിന് നിങ്ങൾ സൈക്കിൾ എടുക്കും. അത്രേ ഞാൻ പറയാനുള്ളൂ. അപ്പം നമ്മൾ നമ്മുടെ സൈക്കിൾ കൈപ്പറ്റാൻ പോകുന്നത് മക്കളാണ് ഉപയോഗിക്കുമ്പോൾ കേട് വരുത്തും. ഇതൊന്നും ഇവിടെ വിഷയമല്ല. ഓക്കെ, നമ്മളെ കൊണ്ടാകണത് സർവീസ് അല്ല, പാർട്സ് വരയ്ക്കും ഗ്യാരണ്ടിയോടെ ചെയ്തു തരും. കേട് വരുത്താൻ കൊടുക്കുക, അത്ര മാത്രമാണ്. ഓടുക, കേട് വരുത്തണം എന്നാണ് ആള് പറയുന്നത്. കേട് വരുത്തി കഴിഞ്ഞ് സാധനം ഇവിടെ വരിക. അത് ഇനി ടയർ പൊട്ടിയാലും റിമ്മ് പൊട്ടിയാലും പോർക്ക് പൊട്ടിയാലും ഹാൻഡിൽ ബാർ രണ്ടായി ഓടിച്ചാലും നോ പ്രോബ്ലം. ഓണർ ഞാൻ മാറ്റി തരും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും സന്തോഷമായി എന്ന് വിചാരിക്കണം. നമ്മൾ സൈക്കിൾ കയറ്റി പോകാൻ നിൽക്കുകയാണ്. ഓക്കെ, ഹാപ്പി. സൈക്കിൾ എന്തായാലും നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. എന്തായാലും വണ്ടി കയറ്റട്ടെ കേട്ടോ.